ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലയിലേക്കുള്ള ആ ഒരേ ഒരു ടിക്കറ്റ് അതിനുവേണ്ടിയുള്ള പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ അവസാനത്തെ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. കാറിനകത്ത് കയറിയിരിക്കുക എൻഡുറൻസ് ടാസ്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മത്സരാർത്ഥികളുടെ സഹനശേഷിയെ പരിശോധിക്കുന്ന അങ്ങേയറ്റത്തെ ടാസ്ക് കൂടിയാണിത്. ചിലപ്പോൾ 24 മണിക്കൂർ വരെ നീണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ നമ്മളിത് കണ്ടതാണ്. സത്യത്തിൽ രാവിലെ മുതൽ പാതിരാത്രി വൈകിട്ടും ഒരു കൂട്ടം ആൾക്കാർ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അതിനകത്തു നിന്ന് പുറത്തിറങ്ങി വന്ന ആൾക്കാരുടെ അവസ്ഥ അത്യന്തം ശോചനീയമായിരുന്നു. അഖിൽമാരാരുടെയൊക്കെ സീസണിൽ സംഭവിച്ച കാര്യമാണ്. അവിടെ നിന്ന് നേരെ ഒരാൾ ആശുപത്രിയിലേക്ക് അങ്ങ് പോവുകയായിരുന്നു. റിനോഷ് അദ്ദേഹത്തിന് അവിടെ ഇരുന്ന സമയത്ത് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്നു, പിന്നെ സ്കിൻ അലർജി ആയിട്ട് അത് മാറുന്നു. അങ്ങനെ ഷോയ്ക്കകത്ത് അദ്ദേഹത്തിന് പിന്നെ തുടരാൻ കഴിയാതെ അയാൾ ഔട്ടായി പോയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു കൊച്ചു കാറിനുള്ളിൽ 8 പേര്. എന്തായാലും ഷാനവാസ് ഇല്ലാത്തത് ഷാനവാസിന്റെ ഭാഗ്യം. ആ അവസ്ഥയിൽ അദ്ദേഹം കൂടി ഇതിനകത്ത് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടാകുമായിരുന്നു. 8 പേര് അതിനകത്ത് കയറിയിരിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ അനീഷിന് സ്ഥാനം കിട്ടി, തൊട്ടിപ്പുറത്ത് തന്നെ ആര്യന് ലഭിച്ചു. പക്ഷേ ഇതിനിടയിൽ നൂറ വന്നു പെട്ടു എന്നുള്ളത് ചെറിയ അസ്വസ്ഥതകൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയും സഹിക്കാം. പക്ഷേ പിറകിലേക്ക് നോക്കിയാൽ അവിടെ 5 പേരാണ് ഇരിക്കുന്നത്. അക്ബർ, സാബുമാൻ, പിന്നെ മഹാനായ നമ്മുടെ നെവിൻ കപ്രീഷ്യസ്, ആംബ്രോസ്, ആൻഡ്രൂ ഡിസിൽവ. ഇവരുടെ മടിയിലിരിക്കേണ്ട ഗതികേടാണ് ആദിലയ്ക്കും അനുമോൾക്കും വന്ന് ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായ പ്രശ്നം, വായിൽ നിന്നും വരുന്ന വാക്കുകളിൽ ദുർഗന്ധം വമിക്കുന്നു. അപ്പോൾ തന്നെ ഗ്യാസിന്റെ പ്രോബ്ലം അവിടെ ഉണ്ടായിരിക്കുന്നു. നെവിൻ ഒരാളിനെ പോലും അവിടെ ഇരുത്തില്ല എന്നുള്ള തീരുമാനത്തിൽ തകർത്തടിക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ കാറിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടുവാൻ ചിലപ്പോൾ ആൾക്കാർ നിർബന്ധിതരാകും. പിന്നെ ഒരു ഫൺ എന്നുള്ള രീതിയിലായിരിക്കാം ഇപ്പോൾ ഈ ടാസ്കിനെ അവർ നോക്കിക്കാണുന്നത്. കാരണം ഈ ടാസ്കിൽ ഇനിയിപ്പോൾ എത്ര ആഞ്ഞു പിടിച്ചെന്ന് പറഞ്ഞാലും നൂറയെ തോൽപ്പിക്കാൻ പറ്റില്ല. നൂറ ഇപ്പോൾ തന്നെ 49 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. വലിയ തരക്കേടില്ലാത്ത ഒരു പൊസിഷനിലാണ് നൂറ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നൂറയ്ക്ക് പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റിലിരിക്കുന്ന 5 പേരിൽ ആരെങ്കിലും 2 പേരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് നൂറയ്ക്ക് പുറത്തു പോകാം. എന്നാലും നൂറ തന്നെയാണ് ടോപ്പിൽ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നൂറ ഫൈനൽ 5 ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏകദേശം മറ്റുള്ളവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് അധികം മുൻപോട്ട് പോവില്ല. ഈ ഒരു ഫണ്ണ് കുറച്ച് സമയം നീണ്ടു നിൽക്കും. അത് കഴിയുമ്പോൾ മെല്ലെ ഓരോരുത്തർ അതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകും. പിന്നീട് വിജയശ്രീലാളിതയായി നൂറയും പുറത്തേക്ക് ഇറങ്ങി വരും. ആ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക. എന്തായാലും വെയിറ്റ് ചെയ്യാം.